നൂറ്റാണ്ടുകളോളം ഈ ഭൂഗോളത്തെ തങ്ങളുടെ കരങ്ങളിലിട്ട് അമ്മാനമാടിക്കൊണ്ട് കോളനി വാഴിച്ചുകൊണ്ട് ലോകത്തിൽ ആധിപത്യം സൃഷ്ടിച്ച മഹത് സാമ്രാജ്യമാണ് ആയിരുന്നു ഗ്രേറ്റ് ബ്രിട്ടൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ചരിത്ര വസ്തുതയാണ്. അത്രയേറെ നൂറ്റാണ്ടുകൾ, അത്രയേറെ വർഷങ്ങൾ ലോകത്തെ മുഴുവനും ഭരിക്കുന്നതിന് മറ്റൊരു കോളനി വാഴ്ചക്കാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു സത്യമായ വസ്തുതയാണ്. അതിൽ അത്ഭുതകരമായും ഞെട്ടിക്കുന്നതുമായ ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായെന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ആരംഭം എന്നുള്ളതാണ്. ഏങ്കിൾ സാക്സൺസ് ആൻഡ് ജൂട്ട്സ് എന്ന് പറയുന്ന കുറേ കടൽക്കൊള്ളക്കാരും അതിനുശേഷം കടൽക്കൊള്ളക്കാരിൽ മഹാഭീമനായിരുന്ന വൈക്കിങ്സും കൂടെ ചേർന്ന് ഒരു സമ്മിശ്ര ജാതി ഉണ്ടായതാണ് പിൽക്കാലത്ത് നമ്മൾ ഈ ആംഗ്ലോ സാക്സൺസ് എന്നറിയപ്പെടുന്നത്. അതിനു മുമ്പുണ്ടായിരുന്നതായ ഈ രാജ്യത്തെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ആയിരുന്ന ആളുകളെയും അതുപോലെ പിന്നെ ഇവിടെ വന്നു താമസിച്ചായ ഈ റോമാക്കാർ ഒക്കെ ഓടിച്ചിട്ട് റോമാക്കാർ പിന്നെ ആരും ഓടിക്കുകയല്ല, അവർ തിരിച്ചു പോവുകയായിരുന്നു. ഈ രാജ്യം കൈയടക്കിയ ഈ ബൈ ആൻഡ് ലാർജ് ഒരു ഔന്നിത്യവും സാംസ്കാരികമായ ഔന്നിത്യവും അവകാശപ്പെടാൻ ഇല്ലാത്തതായി ഇവര് ലോകം മുഴുവൻ കീഴടക്കി എന്നുള്ളത് ധാരാളം അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അത് വർത്ത് സ്റ്റഡിയിങ്ങിനാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ ചരിത്ര വിദ്യാർത്ഥികൾ പഠിച്ചുള്ള ചരിത്രം ഇത് തന്നെയായിരിക്കും. ഇത്രയേറെ ചരിത്രത്തെ സമ്പുഷ്ടമാക്കിയ മറ്റൊരു രാജ്യവും ഇല്ല എന്ന് പറയുന്നതും ശരിയാണ്. മറ്റൊരു ഭാഷയും മറ്റൊരു സാഹിത്യവും മറ്റൊരു ജീവിത രീതിയും ഇല്ലെന്ന് പറയുന്നതും ശരിയാണ്. ഈ മിലിറ്ററിസ്റ്റിക് റെഷീമിനെയൊക്കെ കൂടുതൽ ഒരു കൾച്ചറലായ അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു ബ്രിട്ടന്. ഒരു ലിംഗ്വിസ്റ്റിക്, ലിറ്റററി ആൻഡ് കൾച്ചറൽ അപ്പർ ഹാൻഡ് എന്നുള്ള ബ്രിട്ടന്. അത് ബ്രിട്ടീഷ് ലൈഫ് സ്റ്റൈൽ, ബ്രിട്ടീഷ് കൾച്ചർ, ബ്രിട്ടീഷ് സിവിലൈസേഷൻ, ബ്രിട്ടീഷ് ലാംഗ്വേജ്, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, ബ്രിട്ടീഷ് സയൻസസ്, ബ്രിട്ടീഷ് ടെക്നോളജി എന്നൊക്കെ പറയുമ്പോൾ ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആയിട്ടാണ് ലോകം ഒരു കാലത്ത് കണ്ടിരുന്നത്. അതുകൊണ്ട് ആയിരുന്നു ബ്രിട്ടൻ ലോകത്തിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞത്, പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ നോട്ട് ഓൺലി ദ ബ്രിട്ടൻ സ്റ്റോൾ ഫ്രം ദ നേഷൻസ് or plundered from the nations their wealth and their everything, but on the other hand, the poor plundered nations had been immensely benefited by Britain. അത് ചരിത്രത്തിൻ്റെ വേറൊരു ഭാഗമാണ്. ഇങ്ങനെ ഈ റെസിപ്രോക്കലായിരുന്നു ഇവരുടെ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ബ്രിട്ടൻ മറ്റു രാജ്യങ്ങളെ കൊള്ളയടിക്കുമ്പോൾ തന്നെ ബ്രിട്ടനിൽ നിന്ന് ശാസ്ത്രീയവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും ആയ എല്ലാ കാര്യങ്ങളും മറ്റു രാജ്യങ്ങളിൽ ലഭിച്ചുകൊണ്ട് അവർക്ക് ഔന്നത്യത്തിലേക്ക് വരാൻ കഴിഞ്ഞ ബ്രിട്ടീഷ് സാന്നിധ്യം കൊണ്ട്. ബ്രിട്ടീഷ് സാന്നിധ്യം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഉയർന്നു വന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ, സംശയമുള്ള കാര്യമല്ല. അപ്പം ലോകത്തിൻ്റെ മുഴുവൻ ധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അട്ടിച്ച് പൊളിച്ച് അവർ നൂറ്റാണ്ടുകൾ ജീവിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെങ്കിൽ ഈ നമ്മുടെ ഈ കടമ്മനിട്ട കവിതയിൽ പറയുന്ന പോലെ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, നിങ്ങൾ ഓർക്കണം നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. തങ്ങളെങ്ങനെ തങ്ങളായെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു ജനറേഷൻ പിന്നീട് ഈ രാജ്യത്തിൻ്റെ ആൾക്കാർ ഉടമസ്ഥന്മാരായി മാറി. അവരെ പിന്നീട് രാജ്യക്കാർ. അത് മാറിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായതായ റിറ്റാലിയേഷൻ എന്ന് പറയുന്നത്, തിരിച്ചടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റെപ്ലിക്കേഷൻസ് പറയുന്നത് ഈ രാജ്യത്തിന് ഒരിക്കലും താങ്ങുവാൻ കഴിയാത്തതാണ്. ഒരു കാലത്തും ഇങ്ങനെ ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചില്ല. വേണമെങ്കിൽ വിചാരിക്കാനും മനസ്സിലാക്കാനുള്ള എല്ലാ ക്ലൂവും ഉണ്ടായിരുന്നു, പക്ഷെ ചിന്തിച്ചില്ല, അതിനെപ്പറ്റി വറീഡല്ലായിരുന്നു. അപ്പോൾ അനന്തരഫലമായിട്ട് രാജ്യത്ത് ഉണ്ടായ കാര്യങ്ങളെപ്പറ്റി ഒരു ചെറുപ്പക്കാരത്തി വന്ന് വീഡിയോയുടെ മുമ്പ് പറയുന്നത് കണ്ടപ്പോൾ ഞാനങ്ങ് ഭയങ്കര ഷോക്കായിപ്പോയി. ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. ഇവർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആൾക്കാർക്ക്. എന്നതിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ ഇവരിത് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ നിജസ്ഥിതി എന്ന് പറയുന്നതും, രണ്ട് അതാര് പറയുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ ഈ സ്ത്രീ ഇത് പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ
എനിക്ക് തോന്നി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന്. അപ്പോൾ ഇവർ പറയുന്ന കാലം നമുക്കൊന്ന് കേട്ട് നോക്കാം. Invasion, not migration. ഇന്ന് ബ്രിട്ടൻ കോൺക്വേർഡ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ കീഴടക്കപ്പെട്ടിരിക്കുകയാണ്. വേറൊരു രാജ്യം ഇവിടെ ആക്രമിച്ച് കീഴടക്കിയതല്ല, മറിച്ച് മൈഗ്രേഷൻ മുഖേന എന്ന് പറഞ്ഞാൽ ആൾക്കാർ തെണ്ടിത്തിരിഞ്ഞ് കയറി ജീവിക്കാൻ വന്നവർ അവർ ഈ രാജ്യം അവരുടെ കീഴിലാക്കി എന്നുള്ളതാണ്. ഇനിയും ഇതിനെപ്പറ്റിയുള്ള നാം ഒരു വാർണിംഗ് പറയുകയാണെങ്കിൽ വളരെ ഞെട്ടിക്കുന്നതായ ട്രെൻഡാണ് ഇന്ന് ഈ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലണ്ടൻ തന്നെ എടുത്താൽ ലണ്ടന് ചുറ്റുമുള്ള ഒരുപാട് കൗണ്ടികളുടെയും മേയർമാർ മുസ്ലിങ്ങളാണ്. ഈ രാജ്യത്ത് 85-ലധികം ഷെറിയ കോടതികൾ പ്രവർത്തിക്കുന്നു. ഷെറിയ കോടതികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമം നടപ്പാക്കുന്ന കോടതികൾ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഷോക്കിംഗ് എന്ന് പറഞ്ഞാൽ ലോകത്തിന് ജനാധിപത്യം കൊടുത്ത രാജ്യമാണിത്. ലോകത്തിന് ജനാധിപത്യം ലോകം മുന്നെത്തിച്ച രാജ്യമാണിത്. ജനാധിപത്യ മൂല്യങ്ങൾ കൊണ്ട് ആധുനിക ലോകത്തെ സംസ്കൃത ലോകമാക്കി മാറ്റിയ, സാംസ്കാരിക ലോകമാക്കി മാറ്റി, മറ്റേ ഭാഷയല്ല, സാംസ്കാരിക ലോകമാക്കിയ ഈ രാജ്യം ഇന്നിവിടെ ലോകത്തിലെ ഏറ്റവും പ്രാകൃത നിയമമായ ശരിയ നിയമത്തിന് അടിമയായി 85 ശരിയ കോർട്ടുകൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുവെന്ന്. ഇനിയും ഒരു കാലത്ത് ഇംഗ്ലണ്ട് മുഴുവൻ ക്രൈസ്തവ ദേവാലയങ്ങൾ വളർന്നു വന്നിരുന്നിടത്ത് ഇന്ന് മോസ്കുകളാണ് തഴച്ചു വളരുന്നത്. ഇനിയും ഈ സ്ത്രീ പറയുന്നത് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ തടയണം. കാരണം because Britain is a Christian country. ബ്രിട്ടൻ ഒരു ക്രിസ്ത്യ രാജ്യമാണ്. അപ്പൊ ഷെഫീൽഡിലെ മേയർ മുസ്ലിമാണ്, ഓക്സ്ഫോർഡിലെ മേയർ മുസ്ലിമാണ്, ഇനി ലൂട്ടണിലെ മേയർ മുസ്ലിമാണ്, ഇനി ഓൾഡമിന്റെ മേയറോ അദ്ദേഹവും മുസ്ലിമാണ്, ഇനി റോക്സ്ഡെയിലിന്റെ മേയറോ അദ്ദേഹവും മുസ്ലിമാണ്. ഇതെങ്ങനെയാ നേടിയെടുക്കപ്പെടുന്നത്? 66 മില്യൺ ആളുകളിൽ വെറും 4 ദശലക്ഷം ആളുകൾ മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. 66 ദശലക്ഷം ആളുകളിൽ 4 ദശലക്ഷം മാത്രം മുസ്ലിങ്ങളുള്ളൂ. പക്ഷേ അവരാണ് ഇത് നേടിയെടുത്തത്. 66 million people in England. Today in England there are over 3,000 mosques. ഇനി ഇവിടെ 3000-ലധികം മോസ്കുകളാണുള്ളത്. There are over 130 Sharia courts in England. ഇംഗ്ലണ്ടിൽ തന്നെ 130-ലധികം ശരിയ കോർട്ടുകളുണ്ട്. 70% of Muslim women do not work and risk. ഇനി 78% മുസ്ലിം സ്ത്രീകളും ഒരു പണി ചെയ്യുന്നില്ല. ചുമ്മാ സർക്കാരിൻ്റെ തീറ്റി മേടിച്ചിരുന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇനിയും അവർക്ക് റിസീവ് സ്റ്റേറ്റ് സപ്പോർട്ട് ആൻഡ് ഫ്രീ അക്കോമഡേഷൻ. വീടിനും വാടക കൊടുക്കണ്ട, വീട് മേടിക്കാൻ വേണ്ട വലിയ വലിയ വീടുകൾ അവർക്ക് ഗവൺമെൻറ് കൊടുക്കുകയാണ്. അതിലിങ്ങനെ സുഖകരമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പെറ്റുകൂട്ടിക്കൊണ്ടിരിക്കുക. 63% of Muslims do not work. ഇനിയും 63% മുസ്ലിങ്ങളും ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നില്ല. കാര്യം സർക്കാർ ഇഷ്ടംപോലെ പൈസ കൊടുക്കുക, മേടിച്ചു നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക. And receive state support and free housing. State-supported Muslim families have an average of 6 to 8 children. ഇങ്ങനെ ഒരു പണിയും ചെയ്യാതിരുന്ന് കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് 6 മുതൽ 8 വരെ കുട്ടികൾ എല്ലാ വീട്ടിലും ഓരോ വീടുകളിലും ഉണ്ട്. അവർക്ക് ഒരു പൈസയും കൊടുക്കുക, അവരുടെ താമസവും ബാക്കി കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. Who all receive free accommodation. Every school in the UK is required to teach about Islam. ഇത് നോക്കി, ലോകത്തിന്റെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെ പറ്റി വാഴ്ത്തുപാട്ട് പാടുന്നതായ പാഠങ്ങൾ UK എല്ലാ സ്കൂളുകളിലും പഠിപ്പിക്കുന്നതിന് നിർബന്ധിതരായിരിക്കുകയാണ്.
The number one most common baby name in England is Muhammad. ഇനിയും ഇംഗ്ലണ്ടിലെ നമ്പർ 1 ആയ ബേബി നെയിം, ഇവിടെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഏറ്റവും കൂടുതൽ പേര് മുഹമ്മദ് എന്ന പേരാണ്. This is not immigration. This is invasion. അപ്പോൾ ഇതിന് നമുക്ക് ഇമിഗ്രേഷൻ എന്നല്ല പറയേണ്ടത്, പാലായനം എന്നല്ല പറയേണ്ടത്, ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ കടന്നുകയറ്റം എന്നാണ്. Make your opinion count by liking this video and promoting it for more awareness. Also share and subscribe to our channel for upcoming updates. Let's challenge the narrative together. The facts she presents are difficult to ignore. ഇവിടെ ഇവർ പറഞ്ഞതായ വസ്തുതകൾ, സ്ഥിതിവിവരക്കണക്കുകൾ നമുക്ക് അവഗണിക്കാൻ കഴിയുന്നതിനപ്പുറം ഗൗരവമായ കാര്യങ്ങളാണ്. London, once the unquestioned capital of British culture and ഒരു കാലത്ത് ബ്രിട്ടീഷ് കൾച്ചറിൻ്റെ, ബ്രിട്ടീഷ് ഐഡന്റിറ്റിയുടെ അൺക്വസ്റ്റ്യനബിളായ ക്യാപിറ്റലായിരുന്നു ലണ്ടൻ. എന്നാൽ identity now has multiple Muslim mayors governing its boroughs. ഇന്ന് വ്യത്യസ്തമായ ബറോകളെല്ലാം ഭരിക്കുന്നത് മുസ്ലിം മേയർമാരാണ്. In United Kingdom, probably more than 500 Christian churches have closed. ഇവിടെ വളരെ അഭിമാനത്തോടുകൂടി ഒരു മുസ്ലിം വിശ്വാസം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ 500-ലധികം ക്രിസ്തീയ ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു. And those 500, more than 500 churches, the Muslims have bought them, and now they are Muslim places of worship. നോക്കിയേ, ആ 500-ലധികം ദേവാലയങ്ങൾ മുസ്ലിങ്ങൾ വാങ്ങുകയും ഇന്നവ മുസ്ലിം ആരാധനാ സ്ഥലങ്ങളായി മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. So which used to be Christian churches, Christian holy places, they are now Muslim places of worship. ഒരിക്കൽ ക്രിസ്ത്യാനികളുടെ വിശുദ്ധ സ്ഥലമെന്നറിയപ്പെട്ടിരുന്ന സ്ഥലങ്ങളൊക്കെ ഇന്ന് മുസ്ലിങ്ങളുടെ വിശുദ്ധ സ്ഥലമായി മാറിക്കഴിഞ്ഞു. So this is the reality. While the number of Christians is going down, അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളുടെ നമ്പർ താണു പോകുമ്പോൾ the number of Muslims is going up all the time. ഈ മുസ്ലിങ്ങളുടെ സംഖ്യയോ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. These are not merely figureheads, but influential. ഇത് വെറും ഫിഗർ ഹെഡ്സ് മാത്രമല്ല, സ്വാധീനിക്കാൻ കഴിയുന്നതായ സ്വാധീന ശക്തികളായ ആളുകൾ, അതായത് സമൂഹത്തെ സ്വാധീനിക്കാനുള്ള നിയമം നിർമ്മിക്കാനിരിക്കുന്ന നിയമനിർമ്മാണ സഭകളിലെ ആളുകൾ അവരിന്ന് മുസ്ലിങ്ങളാണ്. Policymakers who increasingly shape the daily lives of millions. ഇത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതത്തെ കരിപ്പിടിപ്പിക്കുന്നതായ നിയമങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ബ്രിട്ടനിൽ ഇന്ന് ആ സ്ഥാനത്തിരിക്കുന്ന മുസ്ലിങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Meanwhile, across the nation, the number of Sharia courts has grown to more than 85. ഇനി ഈ സമയത്ത് തന്നെ ഇംഗ്ലണ്ട് മുഴുവൻ ശരിയാ കോടതികൾ 85-ലധികം വർദ്ധിച്ചു കഴിഞ്ഞു. Operating as parallel legal systems that often issue rulings fundamentally at odds with British laws. നോക്കി, അടിസ്ഥാനപരമായും ബ്രിട്ടീഷ് നിയമങ്ങൾക്ക് ഘടകവിരുദ്ധമായ നിയമങ്ങൾ പ്രായോഗികത്തിൽ വരുത്തുന്നതാണ് ഈ ശരിയാ കോടതികളുടെ പ്രത്യേകത. Particularly regarding women's rights and equality. പ്രത്യേകിച്ച് സ്ത്രീ സമത്വം, സ്ത്രീകളുടെ അവകാശം എന്നീ കാര്യങ്ങളിൽ ബ്രിട്ടീഷ് ജനാധിപത്യ നിയമങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് ശരിയാ നിയമങ്ങൾ. ആ ശരിയാ നിയമങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയാണ് ഈ കോടതികൾ നിലനിൽക്കുന്നത്. Perhaps most visually striking is the changing religious landscape. പക്ഷെങ്കിൽ വളരെ ദൃശ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ പെട്ടെന്ന് മാറുന്നതായ റിലീജിയസ് ലാൻഡ്സ്കേപ്പ് എന്നുള്ളതാണ്. Mosques continue to appear across British towns and cities. ബ്രിട്ടീഷ് ടൗൺസിലും സിറ്റീസിലും വളരെ പെട്ടെന്ന് പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത് മോസ്കുകളാണ്. Funded by foreign sources. അതിൽ കൂടുതലും അതിന് ഫണ്ട് ലഭിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. With clear Islamist agendas. കാരണം അവിടെ വ്യക്തമായ ഒരു ഇസ്ലാമിക് അജണ്ടയുണ്ട്. Their minarets and domes alter skylines that for centuries were dominated by church spires. This architectural shift mirrors a deeper demographic reality. ഒരു കാലത്ത് ക്രിസ്ത്യാനിറ്റിയുടെ ഐക്കൺസ് ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഈ രാജ്യങ്ങളൊക്കെ ഇന്ന് ഇസ്ലാം ഐക്കൺ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഇത് വെറും ഈ ജനസംഖ്യാപരമായ ഒരു യാഥാർത്ഥ്യം മാത്രമല്ല. While many historic churches struggle to maintain congregations, ഒരുപാട് ഈ ചരിത്ര സ്മാരകങ്ങളായ ഈ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക്
നിലനിൽക്കുന്നതിന് വേണ്ടി കെട്ടിടത്തിന് അവിടെ അങ്ങനെ നിലനിൽക്കുന്നതിന് വേണ്ടി കഴിയാത്തിരുന്നു പറഞ്ഞാൽ ഒന്ന് തൂത്തുവാരിയിടാൻ പോലും ആളില്ലാത്ത രീതിയിൽ അവർ സ്ട്രഗിൾ ചെയ്യുമ്പോൾ and face closure, mosques report overflowing attendance and demand for expansion. മോസ്കുകളിലോ ആളുകൾ അധികമായി വർദ്ധിച്ചു വന്നിട്ട് അതിൻ്റെ എക്സ്പാൻഷന് വേണ്ടി അതിൻ്റെ പുതുക്കി പണിതലിന് വേണ്ടി അത് വലുതാക്കുന്നതിന് വേണ്ടിയുള്ള ഡിമാൻഡ് കൂടി വരികയാണ്. The numbers behind this transformation are startling. ഈ ട്രാൻസ്ഫർമേഷന്റെ പിന്നിലുള്ള സംഖ്യ എന്ന് പറയും ഈ വലിയ മാറ്റത്തിന് പിന്നിലുള്ള സംഖ്യ കണക്കെന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന കണക്കുകളാണ്. Britain's Muslim population has grown from approximately 1.5 million in 1991 1.5 മില്യൺ എന്ന് പറഞ്ഞാൽ 15 ലക്ഷം മുസ്ലിങ്ങളെ ഈ ബ്രിട്ടനിൽ ഉണ്ടായിരുന്നു 1991. എന്നാൽ ഇന്നത് എങ്ങോട്ട് മാറി നോക്കിയേ, to over 4 million today. ഇന്നത് 4 ദശലക്ഷമായി മാറിക്കഴിഞ്ഞു. Demographic projections suggest this number could triple again by 2050 if ഇത് 3 ഇരട്ടിയായി മാറും 2050 ആകുമ്പോഴത്തേക്കും. ഇന്നത്തെ കറണ്ട് ഈ സിറ്റുവേഷൻ ഇങ്ങനെ തുടരുകയാണെങ്കിൽ trends continue. This growth isn't simply due to immigration, but to ഇങ്ങനൊരു ഗ്രോത്ത് ഉണ്ടാകാൻ കാരണം അത് കുറെ മുസ്ലിങ്ങൾ പുറത്തുനിന്ന് ഈ രാജ്യത്ത് വന്നു എന്നുള്ളതല്ല, മറിച്ച് ഇവിടെയുള്ള ആളുകൾ അവരുടെ ജനസംഖ്യ അസാധാരണമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. birth rates that dwarf those of the native British population. കാരണം അവരുടെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വർധന എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ നിഷ്പ്രഭരാക്കുന്ന രീതിയിലാണ്. Muslim families average between 4 and 6 children. മുസ്ലിം കുടുംബങ്ങളിൽ 4 മുതൽ 6 വരെ ആവറേജ് കുട്ടികളുണ്ട്. Compared to the national average of less than 2. ഇനി നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് 2-ൽ താഴെയാണ്. Some hospitals, over half of newborns now have Muslim parents. ഇനി ഒരുപാട് ഹോസ്പിറ്റലിലും പകുതിയിലധികം ജനിക്കുന്ന കുട്ടികളുടെ പേരൻസ് മുസ്ലിം പേരൻസ് ആണ്. In certain primary schools, Muslim children already comprise 30% or more of ചില പ്രൈമറി സ്കൂളുകളിൽ 30%-ലധികം കുട്ടികൾ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. student body. These statistics raise difficult questions about the future of British society and culture. ബ്രിട്ടീഷ് സൊസൈറ്റിയുടെ ബ്രിട്ടീഷ് കൾച്ചറിന്റെ ഭാവി എന്തായിത്തീരും എന്നുള്ളതിനെ പറ്റി ഞെട്ടിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഉയർന്നു വരുന്നത്. When kindergarten classrooms today predict the electorate of tomorrow, ഇന്നത്തെ കിൻഡർ ഗാർഡനിൽ ഇരിക്കുന്ന കുട്ടികളാണ് നാളത്തെ ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത്. നാളെ ഇലക്ഷൻ ചെയ്ത് വോട്ട് ചെയ്ത് ആളുകളെ ജയിപ്പിക്കേണ്ടതെന്ന് പറയുന്നത്. implications for national identity become clear. ഇവിടെ നാഷണൽ ഐഡന്റിറ്റി എങ്ങോട്ടാണ് പോകുന്നത് അത് വളരെ വ്യക്തമാണ്. Some argue this represents natural demographic change. ചിലർ പറയുന്നത് സ്വാഭാവികമായ ഒരു ജനസംഖ്യാനുപാതികമായ വ്യത്യാസം മാത്രമാണ് ഇതെന്നാണ്. While others see a deliberate strategy to reshape Britain through population replacement. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ട് ബ്രിട്ടൻ തങ്ങളുടേതാക്കി മാറ്റുന്നതിനുള്ള വളരെ നിർണായകമായ വളരെ വളരെ ആലോചിച്ച് തീരുമാനിച്ചെടുത്തതായ ഒരു സ്ട്രാറ്റജിയുടെ ഫലമാണിതെന്നാണ്. The role of the welfare state in this transformation cannot be overlooked. ഇവിടെ ഈ വെൽഫെയർ സ്റ്റേറ്റ് കാണിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു പണിയും ചെയ്തവർക്ക് ഇഷ്ടംപോലെ പൈസ കൊടുത്തവരെ തീറ്റിപ്പോറ്റു എന്നുള്ള ആ ഒരു രീതി അത് ഈ മാറ്റങ്ങൾക്ക് ഒരുപാട് ആക്കം കൂട്ടുന്നതാണ്. Many large Muslim families receive substantial government support. ഒരുപാട് വലിയ മുസ്ലിം കുടുംബങ്ങൾക്ക് ഇഷ്ടംപോലെ ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടുകയാണ്. Meaning British taxpayers are effectively financing the very demographic changes that concern them. എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ദോഷമായി വന്നിരിക്കുന്നതായ ഈ ജനസംഖ്യാ അനുപാതികമായ ഈ അപകടകരമായ മാറ്റത്തിന് ബ്രിട്ടീഷുകാരായ ആളുകൾ തന്നെ പോയി കടൽ വാഗ്ദാനം ചെയ്ത് പൈസ ഉണ്ടാക്കി ടാക്സ് അടച്ച് ഇവരെ തീറ്റിപ്പോരണം. This creates a vicious cycle where birth rates among welfare dependent populations remain high while ഇത് ഒരു വിഷലിപ്തമായ സമൂഹത്തെ ഉണ്ടാകും. കാരണം ഇങ്ങനെ മറ്റുള്ളവരുടെ പൈസ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകളുടെ ബർത്ത് റേറ്റ് അതിങ്ങനെ ആകാശത്തോട്ട് കയറി പോകുന്നുള്ളത്. native Britons facing economic pressures പക്ഷേ അപ്പോൾ തന്നെ
തദ്ദേശീയരായ ബ്രിട്ടീഷുകാരോ വലിയ സാമ്പത്തികമായ ഞെരുക്കത്തിലുമാണ്. delay or forgo having children altogether. അവർക്ക് ഒന്നുകിൽ ഒരു കുട്ടികളെ അഫോർഡ് ചെയ്യാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ഏറെ നാൾ കഴിഞ്ഞ് കുട്ടികളുണ്ടാകാൻ ശ്രമിക്കുന്നില്ല. കാരണം അവർക്ക് കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സാമ്പത്തികമില്ല. The current Labour government's policies have accelerated these trends dramatically. ഇപ്പോഴത്തെ പുതിയ ലേബർ ഗവൺമെന്റ് പോളിസികൾ ഈ മാറ്റത്തിന് ഒരുപാട് ആക്കം കൂട്ടുന്നതാണ്. Record levels of net migration with particular ഒന്ന്, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള മൈഗ്രേഷൻ. ഇനിയും അതിലൊരുപാടും ഈ ഹസ്ബൻഡോ വൈഫോ ആരോ അങ്ങനെ ഒരാൾ ഇവിടെ ഉള്ളവരാണെങ്കിൽ അവർ വിദേശത്തുള്ള അവരുടെ ഒരാളുടെ കല്യാണം കഴിക്കും. അങ്ങനെ ആ കുടുംബത്തിന് വേണ്ടി ഇവിടെ വരുന്നതിനുള്ള വഴിയായി തീരാൻ വേണ്ടി. on family reunification policies that disproportionately benefit Muslim communities. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് എല്ലാ അനുവാദങ്ങൾക്കും അപ്പുറമായിട്ട് അവരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. Have transformed neighborhoods across the country. ഇനിയും രാജ്യം മുഴുവനും ഈ നെയ്ബർഹുഡ്സിന് മാറ്റം വരുത്തുകയാണിത്. Cultural accommodations that began as reasonable attempts at ഈ inclusion. കൾച്ചറൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത് അതൊരു നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരെ കൂടെ താമസിപ്പിക്കാൻ ഇടം കൊടുക്കുക എന്നുള്ള ഒരു റീസണബിളായ അറ്റംപ്റ്റിനെ അതിനെ മുതലാക്കുന്നതാണ്. Have morphed into full-scale capitulation to Islamic demands. സംഭവം എന്താ? അത് ഫുൾ സ്കെയിലിൽ മുഴുവൻ ഇസ്ലാമിനെ കൊണ്ട് രാജ്യം നിറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. Schools across Britain now routinely cancel Easter celebrations. ഇനിയും നോക്കിക്കോണേ, ഇപ്പൊ ഈസ്റ്റർ സമയമായല്ലോ, സ്കൂളുകൾ ഓരോന്നായിട്ട് ഈസ്റ്റർ സെലിബ്രേഷൻ അവിടുന്ന് സ്കൂളുകളുടെ അടുത്ത് മാറ്റുക. എന്നിട്ടോ while enthusiastically embracing Ramadan observances. അപ്പൊ തന്നെ റംസാൻ ആകുമ്പോഴേക്കോ റമദാൻ ഭയങ്കര ആവേശത്തോടുകൂടിയാണ് ബ്രിട്ടീഷ് സ്കൂളുകൾ കൊണ്ടാടുന്നത്. Public institutions remove pork options from menus while adding halal alternatives. ഇനിയും ഈ നമ്മുടെ മെനുവിൽ നിന്ന് ഭക്ഷണത്തിൽ കഴിക്കാൻ വേണ്ടി ലിസ്റ്റ് എടുക്കുമ്പോഴേ ഈ പോർക്കില്ല, അതിന് പകരം ഹലാൽ ഫുഡാണ് ഓഫർ ചെയ്യുന്നത്. Police forces increasingly enforce what amounts to blasphemy codes through expansive hate speech laws. ഇനിയും ഈ ഹെയ്റ്റ് സ്പീച്ച് ലോ എന്നൊരു സംഗതി ഉണ്ട്. അതിനെതിരായിട്ട് ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം ഈ വീഡിയോയിൽ പറയുന്ന ഈ സ്ത്രീ തന്നെ വളരെ അപകടകരമായ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം അതിനെതിരായിട്ട് ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം ഈ ഒരു ഇൻവേഷൻ, ഈ ഒരു കടന്നുകയറ്റിനെതിരായിട്ട് തെറ്റിനെതിരായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവരെ ബ്ലാസ്ഫെമി ലോ എന്ന് പറഞ്ഞാൽ മതനിന്ദ നിയമം എന്ന് പറയുന്ന ഒരു നിയമത്തിനകത്താക്കിയിട്ട് അവരെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന രീതിയിലുള്ള നിയമ സംവിധാനങ്ങളാണ് ഈ രാജ്യത്ത് പിന്നീട് ഉയർന്നു വന്നത്. Most shockingly, Parliament itself, a building consecrated as a Christian place of worship. ഇനിയും ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, ഒരു കാലത്ത് ഒരു ക്രിസ്തീയ മന്ദിരമായിട്ട് സമർപ്പിക്കപ്പെട്ടിരുന്ന പാർലമെന്റ് ഹൗസ് എന്ന് പറയുന്നത് ഇപ്പം has opened its doors to Islamic prayers. ഇപ്പോഴത് അവരുടെ മുറികൾ ഇസ്ലാമിക പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തു കഴിഞ്ഞു. Symbolizing the extent to which Britain's traditional identity has been compromised. എന്ന് പറയുമ്പോൾ ബ്രിട്ടന്റെ ട്രഡീഷണലായ ഐഡന്റിറ്റി എന്തുമാത്രം കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അവിടെ കാണാൻ കഴിയുന്നത്. Against this backdrop, a grassroots resistance has emerged. ഇതിനെതിരായിട്ട് ബ്രിട്ടനിലെ അടിസ്ഥാന വർഗത്തിന്റെ ഒരു പ്രതിരോധം ഇന്ന് ഉയർന്നു വന്നു കഴിഞ്ഞു. Across the country, ordinary Britons are taking to the streets with a simple but powerful message. സാധാരണ ബ്രിട്ടീഷുകാർ ഇന്ന് തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞു. വളരെ ലളിതമായ ശക്തമായ ഒരു സന്ദേശമാണ് അവർ ലോകത്തിനോട് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നുകൊണ്ടിരിക്കുന്നത്. We want our country back. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തിരികെ വേണം. These protesters come from all walks of life. ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇവര്. Concerned about what's being taught in schools. തങ്ങളുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ പറ്റി വ്യാകുല ചിന്തയുള്ളതായ അധ്യാപകര്. Nurses frustrated by hospital cultural demands. ഹോസ്പിറ്റലിലെ കൾച്ചറൽ ഡിമാൻഡിനെ പറ്റി നിരാശരായിരിക്കുന്ന നേഴ്സുമാര്. And workers who no longer recognize their own neighborhoods. തങ്ങളുടെ അടുത്ത് ആരാണ് താമസിക്കുന്ന ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്തതായ ജോലിക്കാര്.
They are not, as often portrayed by the media, far-right extremists, but citizens genuinely worried about the erosion of their national identity. നമുക്കിവിടെ ഈ മതഭ്രാന്തം വരെ വിളിക്കാൻ കഴിയത്തില്ല, മറിച്ച് തങ്ങളുടെ സത്വം നഷ്ടപ്പെടുന്നു, തങ്ങളുടെ ദേശീയ സത്വം നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ ബോധവാന്മാരായ ആളുകളാണ് ഈ ബ്രിട്ടീഷുകാർ. The debate between those who welcome these changes and those who resist them often centers on definitions. ഇപ്പം ഇതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള ഡിസ്കഷനിൽ എപ്പോഴും ഈ ഡെഫിനീഷൻസ് ആണ്, നിർവചനങ്ങളാണ് അവിടെ മുഖ്യമായിട്ട് എടുക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം നിർവചനങ്ങളാണ്. Proponents of mass immigration argue this is simply Britain's latest chapter as a ഇനിയും ഇതിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നത് ഇത് സ്വാഭാവികമായ കാര്യമെന്നാണ്. ബ്രിട്ടന്റെ മൾട്ടി കൾച്ചറൽ സൊസൈറ്റിക്ക് ഇത് അനിവാര്യമാണെന്ന് പറയുന്നത്. Cultural society, no different from previous waves of migration that ultimately enriched the nation. ഒരു കാലത്ത് മൈഗ്രേഷനാണ്, വിദേശ തൊഴിലാളികളുടെ വരവാണ് ഈ രാജ്യത്തെ സമ്പന്നമാക്കിയത്. അതുപോലെ ഇപ്പോഴും ഇത് രാജ്യത്തെ സമ്പന്നമാക്കിക്കൊള്ളുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ഇതിനനുകൂലമായി വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. However, critics see fundamental differences that make the current situation unprecedented and dangerous. എന്നാൽ വിമർശകരോ ഇന്നത്തെ സാഹചര്യം മുമ്പുള്ള ഒരു സാഹചര്യമായിട്ട് നമുക്ക് താരതമ്യപ്പെടാൻ കഴിയത്തില്ല, ഇത് വളരെ അപകടകരമാണ് എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ്. Historical migration to Britain typically involved groups that, however different their cultures, shared certain fundamental values. ഇന്ന് നമ്മൾ ചരിത്രപരമായിട്ട് നോക്കിയാൽ ഈ രാജ്യത്ത് മുമ്പ് വന്നിട്ടുള്ള ആളുകളൊക്കെ എന്തെല്ലാം വ്യത്യാസങ്ങൾ കൊണ്ടാണ് വന്നിട്ടുള്ളെങ്കിലും ആ ബ്രിട്ടീഷ് കൾച്ചർ, ബ്രിട്ടീഷ് വാല്യൂസ് എന്നൊക്കെ പറയുമ്പം അതിനെ വളരെ ബഹുമാനത്തോടെ കാണുകയും അതുമായിട്ട് ചേർന്ന് വരികയും ചെയ്യാറുണ്ടായിരുന്നു. With the host society. More importantly, these groups were expected to assimilate over time into the broader British identity. എന്ന് പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ മുമ്പ് വന്ന വിദേശികളൊക്കെ ഈ ബ്രോഡർ ബ്രിട്ടീഷ് ഐഡന്റിറ്റിയുമായിട്ട് എന്ന് പറഞ്ഞാൽ വിശാലമായ ബ്രിട്ടീഷ് ഐഡന്റിറ്റിയുമായിട്ട് അവരങ്ങ് ഇടപഴകും. പിന്നെ അവരങ്ങ് ബ്രിട്ടീഷുകാർ, അവർക്ക് വേറെ ഒന്നുമില്ല പറയാനായിട്ട്. The current wave of Islamic migration presents a different challenge. എന്നാൽ ഇന്ന് ഇസ്ലാമിക് മൈഗ്രേഷൻ എന്ന് പറയുന്നത് അത് വേറൊരു വെല്ലുവിളിയാണ് ലോകത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നത്. Many adherents to conservative Islam reject core British values like ഇനിയും ഈ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേരും അടിസ്ഥാനപരമായ ബ്രിട്ടീഷ് വാല്യൂസ് ഉണ്ടല്ലോ, ബ്രിട്ടീഷ് മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ലിംഗസമത്വം, equality, freedom of speech. അതുപോലെ ഈ സംസാര സ്വാതന്ത്ര്യം, ഇനിയും ഈ റിലിജനും സ്റ്റേറ്റും രണ്ടായിരിക്കണം എന്നുള്ള ബ്രിട്ടീഷ് വ്യൂസ്, ഇതിനൊക്കെ എതിരാണ് ഫണ്ടമെന്റലിസ്റ്റായ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ. Separation of religion and state. Britain stands at a defining moment in its history. ബ്രിട്ടീഷ് ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു സ്ഥലത്ത്, ഒരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുകയാണ് ബ്രിട്ടൻ. Choices made in the coming years will determine whether it remains a nation rooted in its Christian heritage and democratic values. ഇനിയും ഈ വരും ദിവസങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളാണ് ബ്രിട്ടൻ ഒരു ക്രിസ്തീയ പൈതൃകത്തിൽ അതിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കുമോ എന്ന് തീരുമാനിക്കേണ്ടത്. Or become something entirely different. അതോ അതിൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊന്നായിട്ട് ബ്രിട്ടൻ മാറാൻ പോവുകയാണോ? The protesters in the streets, the citizens speaking out, are not. തെരുവിൽ കാണുന്ന പ്രതിഷേധങ്ങൾ, പുറത്തിറങ്ങി ഉച്ചത്തിൽ സംസാരിക്കുന്നതായ സിറ്റിസൺസ്, അവര് വെറും ഹെയ്റ്റഡ് അല്ല അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഒരു മതവിരോധമല്ല അവരുടെ പിന്നിലുള്ളത്. Motivated by hatred, but by love for their country and its traditions. മറിച്ച് തങ്ങളുടെ രാജ്യത്തോടുള്ള സ്നേഹം, തങ്ങളുടെ പാരമ്പര്യങ്ങളോടുള്ള അവരുടെ സ്നേഹം എന്നിവയാണ് അവരെ പ്രതിഷേധക്കാരായി മാറ്റുന്നത്. They understand what's at stake, not just particular policies or. എന്താണ് ഇപ്പോൾ അപകടത്തിലായിരിക്കുന്നത്? ചില പോളിസികളല്ല, അല്ലെങ്കിൽ ചില ചില ഡെമോഗ്രാഫിക് ട്രെൻഡുകളല്ല അപകടത്തിലായിരിക്കുന്നത്. But the very soul of a nation. രാജ്യത്തിന്റെ ആത്മാവ് തന്നെ അപകടത്തിലായിരിക്കുകയാണ്. The time for polite debate has passed. അപ്പോൾ ഇനി നമുക്ക് ശാന്തമായ ഒരു ഡിബേറ്റിന് ഇനി സമയമില്ല. Time for action has arrived. ഇനിയും എന്തെങ്കിലും ചെയ്യണം, അതിനുള്ള സമയമാണ് വന്നിരിക്കുന്നത്.
Britain must decide whether to continue down the path of cultural surrender തങ്ങള് സാംസ്കാരികമായിട്ട് ഒരു അടിപതറിലേക്ക് സറണ്ടറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാംസ്കാരികമായിട്ട് ബ്രിട്ടൻ അടിപതറി കൊണ്ടുപോവുകയാണ്. ഈ കീഴടങ്ങലിൽ കൂടെ തന്നെ ബ്രിട്ടൻ മുൻപോട്ട് പോകണോ, അതോ തങ്ങളുടെ മൂല്യങ്ങൾ തിരികെ പിടിക്കുന്നതിന് വേണ്ടി തങ്ങൾ ശക്തമായി ശ്രമിക്കണോ? അതാണ് ബ്രിട്ടനെ നേരിടുന്ന വലിയ ചോദ്യം എന്ന് പറയുന്നത്. or reassert the values that made it great. കാരണം ഒരിക്കൽ ബ്രിട്ടനെ ഗ്രേറ്റ് ആക്കി മറ്റു ചില വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് തങ്ങൾ മുറുകെ പിടിക്കണോ? അതാ ചോദ്യം. The future of British identity hangs in the balance. ചുരുക്കം പറഞ്ഞാൽ ബ്രിട്ടീഷ് സത്വം ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇന്ന് തുരാസിന്റെ ബാലൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൂങ്ങി നിൽക്കുകയാണ്. This is not merely a political issue, but a civilizational one that deserves. ഇത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല, മറിച്ച് ഒരു സിവിലൈസേഷണൽ ഇഷ്യൂ ആണ്, ഒരു സംസ്കാരത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അത് തുറന്ന ചർച്ചയ്ക്കും അഭിപ്രായങ്ങൾക്കും വിധേയമാകേണ്ടതാണ്. Open, honest discussion, free from accusations of bigotry. അപ്പോൾ ഇത് പറയുന്നുണ്ടേ, ഒരു അന്യമത വിരോധം എന്ന് പറയുന്ന ഒരു കുറ്റാരോപണമല്ല ഇത് പറയുന്ന ആളുകൾക്കെതിരായിട്ട് നമ്മൾ ആരോപിക്കേണ്ടത്. അപ്പോൾ ബ്രിട്ടനിലെ ഒറിജിനൽ ബ്രിട്ടീഷുകാർ തെരുവിലിറങ്ങി തങ്ങളുടെ രാജ്യം തങ്ങൾക്ക് തിരികെ തരണമെന്ന് പറയുമ്പോൾ ഒരു സാംസ്കാരികമായ അവരുടെ പൈതൃകത്തിന് വേണ്ടിയുള്ള അവരുടെ കരച്ചിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല ഒരു അന്യമത വിരോധം എന്ന രീതിയിലല്ല നമ്മൾ അതിനെ എടുക്കേണ്ടത്. The stakes are too high for silence or self-censorship. ഇനിയും നമുക്ക് നിശബ്ദനാകാൻ കഴിയുന്നതിനപ്പുറമാണ് ഇത് നേരിടുന്ന അപകടങ്ങൾ എന്ന് പറയുന്നത്. Britain's children deserve to inherit more than just the geographic territory of their ancestors. ബ്രിട്ടനിലെ കുഞ്ഞുങ്ങൾ അവരുടെ പിതാക്കന്മാർ ജീവിച്ചിരുന്നതായ ഒരു മണ്ണിന്റെ മാത്രം അവകാശികളല്ല ആകേണ്ടത്. They deserve the cultural and spiritual heritage that made Britain a beacon of liberty for ഇനി centuries. ബ്രിട്ടനെ നൂറ്റാണ്ടുകളായി സ്വാതന്ത്ര്യത്തിന്റെ കാവൽ വിളക്കായി മാറ്റിയതായ ചില ഔന്നത്യങ്ങൾ, ചില മൂല്യങ്ങളുണ്ട്, സാംസ്കാരികമായ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയണം. അതാണ് പ്രധാന കാര്യം. The conversation must continue, the questions must be asked. അതുകൊണ്ട് സംസാരം തുടരണം, ചോദ്യങ്ങൾ ചോദിക്കപ്പെടണം, ഉത്തരങ്ങൾ ലഭിക്കണം. Answers must be faced with courage and determination. അതുപോലെ ധൈര്യത്തോടുകൂടി വളരെ ആജ്ഞാശക്തിയോടുകൂടി ഈ കാര്യങ്ങളെ നേരിടേണ്ടതാണ്. What happens next will determine whether future generations live in the Britain we know today or something. ഇനിയും നമുക്ക് ഒരു കാലത്ത് അറിയാവുന്ന ബ്രിട്ടനിൽ ഇനിയും ഭാവി തലമുറ ജീവിക്കുമോ, അല്ല അടിസ്ഥാനപരമായും മാറ്റം വന്ന മറ്റൊരു സമൂഹത്തിലായിരിക്കുമോ ബ്രിട്ടനിലെ ഭാവി തലമുറ ജീവിക്കേണ്ടത് എന്നുള്ളതാണ് ഇനിയും തീരുമാനിക്കപ്പെടാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ.